നിങ്ങളൊരു NRI ആണോ? ഇന്ത്യയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുകയാണോ? അങ്ങനെയെങ്കിൽ ഇക്കാര്യം അറിയാതെ ഡെപ്പോസിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു ചെറിയ തെറ്റ് പോലും പലിശയിൽ നിന്ന് നിങ്ങൾക്ക് ആയിരങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. NRIകൾക്ക് ഇന്ത്യയിൽ പല രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. ഒന്നാമത് NRO ഫിക്സഡ് ഡെപ്പോസിറ്റ്. നിങ്ങളുടെ ഇന്ത്യൻ വരുമാനം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് NRO അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ഇതൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, NRO ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയ്ക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ബാധകമാണ്. പല സാഹചര്യങ്ങളിലും NRIകൾക്ക് TDS പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് NRE ഫിക്സഡ് ഡെപ്പോസിറ്റ്. NRE ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത NRI സ്റ്റാറ്റസ് ഉള്ളിടത്തോളം കാലം NRE അക്കൗണ്ടിലുള്ള പലിശയ്ക്ക് ₹1 പോലും നികുതി അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ അയക്കുന്ന $, യൂറോ ഇതെല്ലാം ആദ്യം ഇന്ത്യൻ രൂപയിലേക്ക് മാറും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, രൂപയുടെ മൂല്യം ഇടിയുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിദേശ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥ റിട്ടേൺ കുറയാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് FCNR ഫിക്സഡ് ഡെപ്പോസിറ്റ്. FCNR FDയിൽ നിങ്ങളുടെ പണം വിദേശ കറൻസിയിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. കറൻസി റിസ്ക് കുറവാണ്. പലിശയ്ക്കും ഇന്ത്യയിൽ സാധാരണയായിട്ട് ടാക്സ് ഇല്ല. FCNR FDകൾക്ക് സാധാരണയായി ബാങ്കുകളിൽ 1 വർഷം മുതൽ 5 വർഷം വരെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞ മൈനസ് പോയിന്റുകൾ ഒന്നും ഇല്ലാത്ത ഏറ്റവും പുതിയ, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മറ്റൊരു ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടിയുണ്ട്, ഗിഫ്റ്റ് സിറ്റി ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇപ്പൊ പല പ്രമുഖ ബാങ്കുകളും ഗിഫ്റ്റ് സിറ്റി IFSC ബാങ്കിംഗ് യൂണിറ്റ്സ് വഴി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോറിൻ കറൻസിയിൽ തന്നെ നൽകുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ, നിക്ഷേപം $, പോലുള്ള വിദേശ കറൻസിയിൽ തന്നെ തുടരാൻ സാധിക്കും. ഇന്ത്യയിലെ നിലവിലെ നിയമങ്ങൾ പ്രകാരം യോഗ്യമായ ഗിഫ്റ്റ് സിറ്റി IFSC യൂണിറ്റുകളിലെ പലിശയ്ക്ക് നികുതി ഇളവുകൾ ലഭ്യമാണ്. ഇൻഡിവിജ്വൽ ടാക്സ് സ്റ്റാറ്റസ് അനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം. ചില ബാങ്കുകൾ $, നിക്ഷേപങ്ങൾക്ക് 5% വരെ പലിശ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്കിനെയും ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാലാവധിയും ആശ്രയിച്ചിരിക്കും. അക്കൗണ്ട് തുറക്കുന്നതും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നതും എല്ലാം ഓൺലൈനായിട്ട് തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം IFSCയെ നിയന്ത്രിക്കുന്ന ഗിഫ്റ്റ് സിറ്റി IFSC സംവിധാനത്തിനുള്ളിലാണ്. ഇനി NRO, NRE, FCNR, ഗിഫ്റ്റ് സിറ്റി FD ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്നത് നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ കറൻസി, നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് ഇതിനെല്ലാം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാ ഓപ്ഷൻസും ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.